നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ കൂടി വേണം. ഈ ഒരു വിഷയം പ്രൈവറ്റ് ബില്ലായി തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന രാഹുൽ ഈശ്വറിന്റെ അഭ്യർത്ഥന അത് സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഹണി റോസിനോട് കാണിച്ചിരിക്കുന്നത് പെറ്റമ്മ നയമാണെന്നും കമ്മീഷനുകൾ പുരുഷന്മാരെയും തന്നെയും അടക്കം വേട്ടയാടുന്നുവെന്നു കൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അഭിപ്രായം പറഞ്ഞതിന് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും തന്നെ വേട്ടയാടുന്നുവെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. തന്നെ കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. സംസ്ഥാനത്ത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ക്യാമ്പയിനാണ് ജനുവരി 30 മുതൽ താൻ ആരംഭിക്കാനായി പോകുന്നതെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനും ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ വേണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മയെന്ന് ബോധ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വിമർശനങ്ങളൊക്കെ തന്നെ സഹിഷ്ണുതയോടെ കാണണം. ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവും. ഇതുമായി ബന്ധപ്പെട്ട് 2 MLA-മാരുമായും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പുകളിൽ നിന്ന് പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് കൊച്ചിയിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും പ്രതിരോധിക്കാനും ആരുമില്ലെന്നറിഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും വേട്ടയാടുന്നു. പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ലീഗലി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട്. എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ? വനിതകൾ മനുഷ്യരാണല്ലോ. വനിതാ കമ്മീഷൻ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ. അതുപോലെ ഒരു പുരുഷ കമ്മീഷനും വേണം. അതില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയും മറ്റുള്ളവരെയും വേട്ടയാടാൻ അവർക്ക് സാധിക്കുന്നത്. ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ നിലപാട് തുടരും. ഈ വരുന്ന ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ തുടങ്ങും. ഉമ്മൻചാണ്ടിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അതിൽ പ്രതീക്ഷിക്കുകയായില്ല. 2 MLA-മാരോട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കിതുമായി ബന്ധപ്പെട്ട് നിവേദനവും നൽകും. ഒന്ന് ചാണ്ടിയുമ്മനാണ്. ചൊവ്വാഴ്ച ചാണ്ടിയുമ്മനെ നേരിട്ട് കണ്ട് നിവേദനം നൽകാനാണ് രാഹുൽ ഈശ്വർ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത് എൽദോസ് കുന്നപ്പള്ളി MLA-യുമായി നേരിട്ട് കണ്ട് ഇതേക്കുറിച്ച് ചർച്ചയൊക്കെ തന്നെ നടത്തി നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം തനിക്ക് ഉറപ്പ് നൽകിയെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.